പണ്ടൊക്കെ ആരെങ്കിലും പൈസ തരികയാണെങ്കിൽ നമ്മളതിങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. ഒരു ബോക്സിൽ മുകളിലൊരു ഹോൾ ഉണ്ടാവും, അതിലിങ്ങനെ ഇട്ട് വെക്കും അല്ലേ. അതിന് കോക്കുടുക്ക എന്നാണ് എൻ്റെ നാട്ടിൽ പറയുക, തൂത്തി, ഇങ്ങനെ പല പേരുകൾ അറിയപ്പെടും. മണ്ണ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു പണ്ടൊക്കെ, ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാവും. ഏതായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ പൈസ അല്ലേ ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്കിഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴുണ്ടൊരു വല്ലാത്തൊരു നിർവൃതി, സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കിട്ടുന്ന സമ്പാദ്യങ്ങൾ എല്ലാം കൂടി ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കുമ്പോഴും നമുക്കൊരു ആകെ മെസ്സപ്പായിട്ട് എങ്ങനെയാണ് ചിലവഴിക്കുക എന്നുള്ളൊരു പിടുത്തമില്ലാതെ, അല്ലെങ്കിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതൊക്കെ ആകെ ഒരു ടോട്ടലി കൺഫ്യൂഷൻ ആവുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിനാൻഷ്യലി നമ്മളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് കീപ്പ് ചെയ്യൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നത് ഈ ഫറൂഖ് സെൻസി ഒരു വോയിസ് നോട്ടിലൂടെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഐ ഓപ്പണറായിട്ട് തോന്നി. എത്ര പൈസയുള്ള ആളാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഫിനാൻഷ്യലായിട്ട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. അതായത് എത്ര സമ്പാദ്യമുള്ള ആളാണെങ്കിലും നമ്മളൊരു നിശ്ചിത തുക അത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കണം. അതിന് കിട്ടുന്നൊരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ബാങ്ക് അക്കൗണ്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടോ നമ്മൾ നിയതമായിട്ട് മാറ്റിവെക്കുക. 1 അക്കൗണ്ട് ഫോർ ചാരിറ്റി, ആദ്യമായിട്ട് ഫസ്റ്റ് ചാരിറ്റിനായിക്കോട്ടെ. 1 അക്കൗണ്ട് ഫോർ നമ്മുടെ വീട്ടിലുള്ള എക്സ്പെൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്, മറ്റൊരു അക്കൗണ്ട് നമ്മുടെ ടൂർ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ തന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റൊക്കെ രീതിയിലുള്ള ആ അക്കൗണ്ടും മറ്റൊന്നാക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ഒരു 5 ആണെങ്കിൽ 5, അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 അക്കൗണ്ടുകളെങ്കിലും ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക അക്കൗണ്ടാക്കി മാറ്റുമ്പോൾ നമുക്ക് ആരെങ്കിലും സഹായം പറഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊരു ഉൾക്കിടലം ഉണ്ടാവില്ല. നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പൈസ തീരുമെന്നുള്ളതിന്. കാരണം ഈ നിശ്ചിത തുക നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. സോ നത്തിങ് ടു ബോദർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സമ്പാദ്യങ്ങൾ ഓരോ അക്കൗണ്ടുകളായിട്ട് മാറ്റി വെക്കുക. അതിന് ഒരു നിശ്ചിത ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ അതിന് വേണ്ടിയിട്ട് ഓർമ്മിക്കാൻ വേണ്ടി വെക്കുക. അതായത് നമ്മൾ ഭാര്യമാരെ നമ്മൾ അതിന് വേണ്ടി ഏൽപ്പിക്കുക. നിശ്ചിത തുകയുണ്ട്, സഹായിക്കാൻ വന്ന ആളുകൾക്ക് ഇത് കൊടുത്താൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ഒരു വളരെ ബജറ്റായിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള അക്കൗണ്ടായിട്ടൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൂടുതൽ മൈൻഡ് ഈ ഒരു സമ്പത്തിൻ്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിൽ അത് മെസ്സപ്പ് ആവുകയില്ല. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അത് ചാരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഇൻവെസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ദിസ് ഈസ് ദ ഇൻവെസ്റ്റ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഫ്രം ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. നമ്മൾ ഒരിക്കലും ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സമ്പാദ്യം കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവരുത്. അത് കുറഞ്ഞു പോവില്ലെന്നേ, അത് കൂട്ടുകയല്ലാതെ നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണത്. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ലാഭവും നഷ്ടമൊക്കെ ഏൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് തെറ്റായ രീതിയിലുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ പലപ്പോഴും അത് പൊട്ടിച്ചാമ്പലാവുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാൻ വേണ്ടി പറ്റും. വളരെ വ്യഗ്രതയോടുകൂടി ഒന്നും അങ്ങനെ ചെയ്യരുത്, ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഏതിലാണോ നോളജ് ഉള്ളത് ആ നോളജിലുള്ള ആ കാര്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നിനെക്കുറിച്ചും അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടിച്ചാമ്പലായി പോകും. അഥവാ നമുക്കറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് അന്വേഷിച്ച് കൂടുതൽ അന്വേഷിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് നമ്മൾ ഏത് ഫീൽഡിലാണുള്ളത് ആ ഫീൽഡിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഫിനാൻഷ്യലി നമ്മൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് വളരെ അവധാനതയോടുകൂടി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്, ഞാനും നിങ്ങളും. താങ്ക് യു.